മണ്ണിടിച്ചിലിനു പിന്നാലെ അടിയന്തര നടപടിക്ക് സംസ്ഥാന വ്യവസായ വകുപ്പ് ഉത്തരവിട്ടെങ്കിലും മേഖലയിൽ അനധികൃതമായിട്ട് ഒന്നും നടന്നില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മലപ്പുറം നഗരസഭ. മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടടുത്ത് താമസിക്കുന്ന സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇത് അനധികൃത നിർമ്മാണമാണെന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞിരുന്നു. മിനിസ്റ്റർ വീടിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അല്പം ആശങ്കയുണ്ടാക്കുന്നു. വലിയൊരു മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് മിനിസ്റ്റർ. ഇപ്പോൾ അവിടെ അല്പം ആശങ്കയുണ്ടോ? ഞാനിപ്പോ അവിടെ ഞാൻ അത് കണ്ടു. അത് മാത്രമല്ല അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി ഉണ്ടായതാണ്. അത് അനധികൃതമായിട്ട് 100% അനധികൃതമായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. പ്രോജക്ട് എന്തോ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ആ മണ്ണിടിച്ചിൽ ശാസ്ത്രീയമായിട്ടല്ല, അനധികൃതമായിട്ടാണ് നടന്നിരിക്കുന്നത്. എന്നാൽ മണ്ണിടിച്ചിലുണ്ടായ ഘട്ടം മുതൽ ഇത് പ്രകൃതി ദുരന്തമാണെന്നും അനധികൃതമായ ഇവിടെ ഒന്നും നടന്നിട്ടില്ലെന്നായിരുന്നു മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞത്. നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. ഇത് നാച്ചുറൽ കലാമിറ്റിയാണ്, അല്ലാതെ ആരും വഴിവിട്ടൊന്നും ചെയ്തതല്ല. ഇത് JCB കൊണ്ട് അല്ലല്ല, നാച്ചുറൽ കലാമിറ്റി അല്ല മാം, ഇത് മാൻമെയ്ഡ് തന്നെയാണ്. JCB മാന്തിയ പ്രദേശത്ത് മാത്രമേ മണ്ണ് ഇളകിയിട്ടുള്ളൂ. അതെ, അതിന് അയാളെ ഓണറെ വിളിച്ചു വരുത്തിയിട്ട് കളക്ടർ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. മിനിസ്റ്റർ ലെവലിൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ കർശനമായിട്ട് ആർക്കായാലും എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടി മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്. സംഭവ ദിവസത്തെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെ അനധികൃത നിർമ്മാണം നടന്നെന്ന് ചെയർപേഴ്സൺ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അനധികൃതമായിട്ടാണോ ഇവർ? തീർച്ചയായിട്ടും നമ്മളോട് പെർമിഷൻ എടുത്തിട്ടല്ല ഇവർ ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്. അവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അവരുടെ ലൈസൻസ്, ഇനി ബിൽഡിംഗ് പെർമിറ്റ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനാണ് നഗരസഭയുടെ. എന്തായാലും ജനങ്ങൾക്ക് ഒന്നും ചെയ്യില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ നിലപാട് മാറ്റി. നമ്മൾ നഗരസഭ ഒരു വീടിന് പെർമിറ്റ് കൊടുത്തു. ആ വീട്ടിലാണ് ഈ നാച്ചുറൽ കലാമിറ്റി വരുന്നതെങ്കിൽ നഗരസഭയെ നമ്മൾ എങ്ങനെയാണ് കുറ്റം പറയുന്നത്? ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് നമ്മൾ കുറ്റം? ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും നമ്മളെ തടുത്താൽ നിൽക്കുന്ന സംഗതിയല്ല. ഞാൻ പറഞ്ഞല്ലോ, നഗരസഭയുടെ ഭാഗത്ത് നിന്ന് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ട് അവർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തിട്ടുണ്ട്? പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. പേപ്പേഴ്സ് ക്ലിയർ ആയപ്പോൾ മണ്ണെടുക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാച്ചുറൽ കലാമിറ്റി എന്ന് പറയുമ്പോഴേ ഒരു ഭാഗത്ത് നിന്ന് മാത്രം മണ്ണ് ഒലിച്ചിറങ്ങുന്നത് നാച്ചുറൽ കലാമിറ്റി എന്ന് മാത്രം നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കുമോ? നമ്മൾ എങ്ങനെ പറയാമെന്നറിയോ? ജൂണിന് ശേഷം, അതായത് ഈ നമ്മൾ അനുമതി കൊടുത്തതിന് ശേഷം ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ പറയുന്നത് പോലെ ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നടന്നിട്ടില്ല. ഞാൻ എൻ്റെ വാർഡിൽ, ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലർ കൂടിയാണ്. ഞാൻ ഈ ഏരിയയിൽ പാസ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആളുകൾ അവിടെ പരാതിയുണ്ട്, ഇവിടെ പരാതിയുണ്ട്, അതൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് ഈ സംസാരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞ പല പ്രസ്താവനകളും ഏറ്റെടുത്താണ് പിന്നീട് തങ്ങൾക്കെതിരായ പരാതികളെ സ്ഥലമുടമ പ്രതിരോധിച്ചത്. അവർ നിങ്ങളുടെ അടുത്ത് വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ഡേഞ്ചർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലമല്ല അത്. പിന്നെ നിങ്ങൾ വീണ്ടും ഇത് ചോദിച്ചിട്ട് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഡേഞ്ചർ സോൺ അല്ലാത്ത സ്ഥലത്ത് 2018 മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഡേഞ്ചർ സോൺ ആക്കി പ്രഖ്യാപിക്കണ്ടേ? ഇപ്പോ ഇതെങ്ങനെ ഉണ്ടായി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇംഗൽ സിറ്റിയുടെ വിഷയം മാത്രമായിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത്? മഴയുടെ ഒരു പ്രതിഫലനം? മിസ്റ്റർ, ഇതൊരു നാച്ചുറൽ കലാമിറ്റിയാണ് അല്ലേ? ഇതൊരു മാൻമെയ്ഡ് ആക്കി നിങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചെയർപേഴ്സൺ വന്നിട്ട് മുബഷിറിനോട് തന്നെ പറയുന്നുണ്ട് ഇതൊരു നാച്ചുറൽ കലാമിറ്റിയാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കളിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്കോ ഇത് എത്തിക്കുകയല്ല വേണ്ടത്. മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ സ്ഥലമുടമയ്ക്ക് മലപ്പുറം മുനിസിപ്പാലിറ്റി സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസാണിത്. മണ്ണിടിച്ചിൽ നടന്നതിനാൽ സ്ഥലം നിർമ്മാണം നടത്താൻ അനുയോജ്യമല്ലെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടടുത്ത പ്രദേശത്തെ പല നിർമ്മാണ പ്രവർത്തനങ്ങളിലും പ്രദേശവാസികൾക്ക് പരാതിയുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അവർ രാഷ്ട്രീയ പ്രേരിതമായി സംസാരിക്കുന്നുണ്ടെന്നായിരുന്നു നഗരസഭയുടെ മറ്റൊരു വാദം. മുൻപ് ഇവിടെ നിന്നൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും നഗരസഭ പറയുന്നു. നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആളുകൾ അവിടെ പരാതിയുണ്ട്, ഇവിടെ പരാതിയുണ്ട്, അതൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് ഈ സംസാരിക്കുന്നത്. അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയമൊന്നും പറയാത്ത സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടുന്ന ആളുകൾ ഇവിടെ എത്തി നമ്മളോട് സംസാരിച്ച സമയത്ത് അത് പറയുന്നുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് എന്താ രാഷ്ട്രീയം ഉണ്ടാവില്ലേ? വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. പരാതി പറഞ്ഞവരൊക്കെ രാഷ്ട്രീയമുള്ള ആളുകളാണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞു, പരാതി പറയാത്തവരും ഉണ്ട്. എന്നാൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് മുൻപിൽ താമസിക്കുന്ന ഇസ്മായിൽ പറയുന്നത് കേൾക്കാം. ഇവിടെ എന്ന് മുതലാണ് ഇവർ ഈ പാറ പൊട്ടിക്കാൻ തുടങ്ങിയത്? പാറ പൊട്ടിക്കൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ആയി തുടങ്ങി. ഒരു 8-9-10 മാസത്തോളമായിട്ടുണ്ടാവും. പക്ഷെ അന്ന് അവർ കട്ട് ചെയ്ത് കണ്ട് ഇറക്കിയതായിരുന്നു. അപ്പോൾ ബ്ലേഡിന് കട്ട് ചെയ്ത് കണ്ട് അടി വന്നപ്പോൾ പിന്നെ അവരെ കൊണ്ട് എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ പൊട്ടിക്കൽ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തപ്പം പാറ പൊട്ടിക്കാൻ നമ്മൾ കോറിയിലൊക്കെ കാണുന്ന പോലെ പാറ പൊട്ടിക്കാം. ഇത് മറച്ചതിൻ്റെ ദിവസം നമുക്ക് കാണാൻ കഴിയില്ല. മറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ വീട്ടിൽ നല്ല സൗണ്ട് വരും.
ഇത് ബ്ലേഡിന് കട്ട് ചെയ്ത് പിന്നെ അടി വന്നപ്പോൾ പിന്നെ അവർക്ക് പിന്നെ പാറ പൊട്ടിക്കലല്ല അവർക്ക് നിവർത്തില്ലാതായി. വീട്ടിലല്ല സൗണ്ട് വന്നു, വീട് പ്രകമ്പനം ഉണ്ടായിരുന്നു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വീട്ടിലുള്ള സമയത്ത് ഒരിക്കൽ പാറ പൊട്ടിച്ചപ്പോൾ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. ഇനി പാറ പൊട്ടിക്കില്ലെന്നാണ് അന്ന് സ്ഥലം ഉടമ മന്ത്രിക്ക് ഉറപ്പ് നൽകിയത്. പക്ഷേ ആ ഉറപ്പ് പൂർണ്ണമായും ലംഘിച്ച് എടായിപ്പാലത്ത് മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ നിന്നും തൊട്ടപ്പുറത്തുള്ള പെട്രോൾ പമ്പിന്റെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗ് നടത്തിയെന്നാണ് ഇസ്മായിൽ പറയുന്നത്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടാണ് തൊട്ട് മുകളിലുള്ളത്. അവിടെ അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പൊട്ടിക്കൽ നടന്നിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ പിന്നെ ഇനി പൊട്ടിക്കൂല, ഇങ്ങനെ സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞു കണ്ട് അവർ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല. പക്ഷേ ഏത് സമയത്ത് മൂപ്പര് ഇവിടെ ഇല്ലല്ലോ. നമ്മളോട് നമ്മൾ ഈ സൗണ്ട് കേൾക്കുമ്പോഴല്ലേ അത് അറിയേണ്ടി. പിന്നെ മന്ത്രിക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഇനി പൊട്ടിക്കൂല, അങ്ങനെ പൊട്ടിക്കൂല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിക്ക് ഉറപ്പ് കൊടുത്തു. ഉറപ്പ് പോലീസുകാരടക്കം ഇവിടെ വന്നിട്ട് പോലോട് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കൂല, ഞാൻ സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഇപ്പം ഇവിടെ പൊട്ടിക്കണീൻ്റെ 4 ദിവസം മുന്നേ തന്നെ വരെ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ അടിയന്തര നടപടിക്ക് ഉത്തരവിട്ടത്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശപ്രകാരം ജിയോളജി വകുപ്പ് ഡയറക്ടർ മലപ്പുറം ജില്ലാ ജിയോളജിസ്റ്റ് ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അനധികൃത ഖനന പ്രവർത്തനങ്ങൾ തടയുന്നതിനായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ജില്ലയിൽ വ്യാപക പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാതെയാണോ മലപ്പുറം നഗരസഭ ഈ വിഷയത്തിൽ പലവിധ നിലപാടുകൾ സ്വീകരിച്ചെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.